2024 30 ലക്ഷം കുടിയേറ്റക്കാരാണ് കാനഡയിൽ ഇപ്പോൾ ഉള്ളത്. 2025 കണക്ക് പ്രകാരം 3,95,000 പേർക്കാണ് കാനഡ PR കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ 40%, അതായത് 1,58,000 പേര് കാനഡയിലുള്ളവരാണ്. അതായത് ചുരുക്കം പറഞ്ഞാൽ നിങ്ങളൊരു സ്റ്റുഡൻറ്റ് വിസയിലുള്ളവരോ വർക്ക് പെർമിറ്റിലുള്ളവരോ ആണെങ്കിൽ നിങ്ങൾക്ക് കാനഡയിൽ 2025 PR കിട്ടാനുള്ള സാധ്യത വെറും 5.25% മാത്രമാണ്. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തുടങ്ങിയപ്പോൾ തന്നെ കാനഡ ഗവൺമെൻറ് ഒരു വലിയ പ്രതിസന്ധി നേരിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് ഹൗസിംഗ് ക്രൈസിസ് തന്നെയായിരുന്നു. വീടുകൾക്ക് ഇവിടെ വളരെയധികം വില വർധന ഉണ്ടാവുകയും ചെയ്തു. അതിന് കാരണമെന്ന് പറയുന്നതോ കുടിയേറ്റത്തിലുള്ള വലിയ വർധന തന്നെയായിരുന്നു. കാനഡയിലുള്ളൊരു മിഡിൽ ക്ലാസ്സിന് പോലും വീട് മേടിക്കാൻ പറ്റാത്തത്ര വീടുകൾക്ക് വില കൂടുകയുണ്ടായി. ആ വില കൂടിയ വീടുകൾ പലരും മേടിച്ചവർ അത് വാടകയ്ക്ക് കൊടുക്കാൻ തുടങ്ങി. ആ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ വലിയ രീതിയിലുള്ള വാടക മേടിച്ചുകൊണ്ടാണ് വാടകയ്ക്ക് കൊടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ ആ വീടിൻ്റെ വില വർധന ഇൻഡയറക്റ്റായിട്ട് തന്നെ സ്റ്റുഡൻസിൻ്റെ തലയിലേക്ക് വീഴാൻ തുടങ്ങി. അങ്ങനെ വലിയൊരു വാടക കൊടുത്തുകൊണ്ട് തന്നെ ജീവിക്കേണ്ട അവസ്ഥ വന്നു ഈ സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന കുട്ടികൾക്കെല്ലാം. കാനഡയുടെ പഴയ ഇമിഗ്രേഷൻ മിനിസ്റ്ററും എന്നാൽ ഇപ്പോഴത്തെ ഹൗസിംഗ് മിനിസ്റ്ററുമായിട്ടുള്ള ഷോൺ ഫ്രൈസർ എന്താണ് പറയുന്നതെന്ന് നമ്മൾ കേട്ടിട്ട് വരാം. I personally met up with the former Minister of Immigration and the current Minister of Housing, Sean Fraser, to discuss the government's plan to fix the problem. 100% of our labor force growth is coming from immigration. Quarter of the doctors, more actually, in this country came from another country. Nurses. Nurses, yeah, it's actually about a third of the doctors, a quarter of the nurses. The skilled tradespeople who will help build the homes. We will still have to rely to some degree on newcomers. But there are challenges that we have to address. We have to recognize that with our temporary immigration programs, there's been some exploitation that's been going on in this country. I look at the numbers that certain academic institutions have been bringing into the international student program, and I see that a single community in Ontario doesn't have the capacity to welcome 35,000 new students, notwithstanding the fact that the local educational institution applied for that many study permits. We're going to move forward by continuing to welcome newcomers as an essential part of our economy, as essential components of our community. അദ്ദേഹം പറയുന്നതനുസരിച്ച് 2024 ബഡ്ജറ്റ് പ്രകാരം വളരെയധികം വീടുകൾ വെക്കാൻ ഗവൺമെൻറ് പ്ലാൻ ചെയ്യുകയുണ്ടായി. പക്ഷേ അത് നടന്നു വരാൻ, ആ വീടുകളെല്ലാം പണി പൂർത്തീകരിക്കാൻ എത്രയോ വർഷങ്ങളെടുക്കും. അദ്ദേഹം പറയുന്നതനുസരിച്ച് കാനഡ മൈഗ്രേഷൻ ഉള്ളതുകൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. ഇവിടെയുള്ള നേഴ്സസ്, ഡോക്ടേഴ്സ്, ട്രേഡ് ജോലികൾ ചെയ്യുന്ന എല്ലാവരും തന്നെ മറ്റൊരു രാജ്യത്ത് നിന്ന് വന്നവരാണ്. എന്നാൽ ടെമ്പററി ഇമിഗ്രേഷൻ പ്രോഗ്രാം അഥവാ സ്റ്റുഡൻറ്റ് പ്രോഗ്രാമിൽ വന്ന ഒത്തിരിയധികം കുട്ടികൾ പല ചൂഷണങ്ങളും വിധേയമായി. അതിൽ തന്നെ ഉദാഹരണം എന്ന് പറയുന്ന ഒണ്ടാരിയോയിലെ ഒരു കോളേജിൽ അവരുടെ കപ്പാസിറ്റി ഉള്ളതിനേക്കാളും കൂടുതൽ 35,000 സ്റ്റുഡൻസിനെയാണ് ഒരു ഇന്ത്യക്ക് തന്നെ ആ കോളേജിൽ അഡ്മിഷൻ കൊടുത്തത്. ഇത്രയധികം സ്റ്റുഡൻറ്റ് വിസ പെർമിറ്റുകൾ ഇഷ്യൂ ചെയ്ത ആ 2023 തന്നെ കാനഡ ഗവൺമെൻറ് സ്ഥിതി വഷളാകാൻ പോവാന്നുള്ള അറിവ് അവർക്ക് ഓൾറെഡി ഉണ്ടാവുകയും ചെയ്തു. അതിൽ പ്രകാരം 2024 ഈ സ്റ്റുഡൻറ്റ് വിസയിൽ ഒരു ക്യാപ്പ് കൊണ്ടുവരികയാണ് ചെയ്തത്. 3,60,000 സ്റ്റുഡൻസിന് മാത്രം ഒരു വർഷം സ്റ്റുഡൻറ്റ് വിസ പെർമിറ്റ് കൊടുത്താൽ മതി എന്ന് കാനഡ സർക്കാർ തീരുമാനിക്കുകയുണ്ടായി. എന്നാൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ PhDയോ പഠിക്കുന്നവർക്ക് ഇതൊന്നും ബാധകമേ അല്ല. 2024 തന്നെ മറ്റൊരു മാറ്റമെന്ന് പറയുന്നത് ന്യൂ ബ്രൺസ്വിക്ക്, നോവാസ്കോഷ്യ മുതലായ പ്രൊവിൻസുകാർ അവരുടെ PNB നോമിനേഷൻ താൽക്കാലികമായി നിർത്തുകയാണ് ഉണ്ടായത്. ഇതിന് പുറമെ മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് PGWP, അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിലുണ്ടായൊരു മാറ്റമാണ്. അതായത് കാനഡ ലേബർ മാർക്കറ്റ് ഡിമാൻഡിനനുസരിച്ച് മാത്രം PGWP കൊടുത്താൽ മതി എന്നൊരു തീരുമാനമാണ് പിന്നീട് നമ്മൾ കണ്ടത്. ചുരുക്കം പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സോ PhDയോ പഠിക്കുന്നവർക്ക് PGWP ഉറപ്പായിട്ടും കിട്ടും. എന്നാൽ 2 വർഷത്തെ പ്രോഗ്രാം എടുക്കുന്നവർക്ക് PGWP എലിജിബിൾ ആവണം എന്നുണ്ടെങ്കിൽ അവർ ഒരു IELTSൻ്റെ എക്സാം കൂടി എഴുതണം എന്നുള്ളതാണ്. IELTSൻ്റെ സ്കോർ എന്ന് പറയുന്നത് CLB 7 എങ്കിലും എടുത്തിരിക്കണം. എന്നാൽ ഒരു 2 ഇയർ ഡിപ്ലോമ പ്രോഗ്രാം എടുക്കുന്നവർക്ക് CLB 5 എടുത്താൽ മതി. പക്ഷേ അവർക്ക് വേറൊരു മാനദണ്ഡോട് ആ സമയത്ത് വെക്കുകയുണ്ടായി. അവർ പഠിക്കുന്ന പ്രോഗ്രാം ഈ താഴെ പറയുന്ന 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം. അതായത് അഗ്രികൾച്ചർ, എഡ്യൂക്കേഷൻ, ട്രേഡ്, STEM, സയൻസ്, ടെക്നോളജി, എഡ്യൂക്കേഷൻ, മാത്തമാറ്റിക്സ്. ഇതുകൂടാതെ ട്രേഡും ട്രാൻസ്പോർട്ടും ഇതിലേതെങ്കിലും ഒന്നായിരിക്കണം നിങ്ങൾ പഠിക്കുന്ന പ്രോഗ്രാം. എങ്കിൽ മാത്രമേ PGWPക്ക് എലിജിബിൾ ആവത്തുള്ളായിരുന്നു.
ഇതുകൂടാതെ മറ്റൊരു മാറ്റമെന്ന് പറയുന്നത് PGWPക്ക് മുമ്പ് സ്റ്റുഡൻറ്റ് വിസയിലുള്ള കാലഘട്ടത്തിൽ നിങ്ങളുടെ സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല എന്നുള്ളതായിരുന്നു. നേരത്തെയൊക്കെ സ്പൗസിനെ കൊണ്ടുവരികയും അവർക്കൊരു ഓപ്പൺ വർക്ക് പെർമിറ്റ് കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഒരാൾ പഠിക്കുമ്പോൾ മറ്റ് പാർട്ട്ണർക്ക് ഇവിടെ ഫുൾ ടൈം വർക്ക് ചെയ്യാനുള്ളൊരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ എലിജിബിലിറ്റി ഉണ്ടായിരുന്നു. എന്നാൽ ഈ പുതിയ മാറ്റം പ്രകാരം പഠിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങളുടെ സ്പൗസിനെ കാനഡയിലേക്ക് കൊണ്ടുവരാനേ പറ്റത്തില്ല. അടുത്തൊരു വലിയ മാറ്റമെന്ന് പറയുന്നത് വിസിറ്റിംഗ് വിസയിൽ ആൾക്കാർ കാനഡയിലേക്ക് വരുന്നതിലായിരുന്നു. നേരത്തെ വിസിറ്റിംഗ് വിസ കൊടുത്തുകൊണ്ടിരുന്ന 10 വർഷത്തേക്കുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസിറ്റിംഗ് വിസയായിരുന്നു. അതായത് 6 മാസം വരെ കാനഡയിൽ നിൽക്കുകയും പിന്നെ പുറത്ത് പോയി വീണ്ടും 6 മാസം കഴിയുമ്പോൾ പിന്നീട് വീണ്ടും വരികയും ചെയ്യാൻ പറ്റുന്ന ഒരു മൾട്ടിപ്പിൾ എൻട്രി, അങ്ങനെ 10 വർഷം വരെ വാലിഡിറ്റി ഉള്ളൊരു മൾട്ടിപ്പിൾ എൻട്രി വിസയായിരുന്നു. എന്നാൽ അതിനും ഒരു മാറ്റം ഉണ്ടായി. നമ്മൾ വരുന്നതിൻ്റെ ഉദ്ദേശവും ഒക്കെ മനസ്സിലാക്കി ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത് എത്ര നാളത്തേക്കൊരു വിസ നിങ്ങൾക്ക് തരണമെന്നുള്ളത്. അങ്ങനെ ഒരു വേറൊരു മാറ്റവും വിസിറ്റിംഗ് വിസ വരുന്നവർക്കുണ്ടായി. ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ തീരുമാനപ്രകാരം 2025 3,95,000 പേർക്കും 2026 3,80,000 പേർക്കും 2027 3,60,65,000 പേർക്കും മാത്രമാണ് PR കൊടുക്കാനായിട്ട് വിചാരിക്കുന്നത്. ആ സെയിം സമയത്ത് തന്നെ 3 ലക്ഷം പേർക്കാണ് ഓരോ വർഷവും സ്റ്റുഡൻറ്റ് വിസയിൽ ഇവിടെ പെർമിറ്റ് കൊടുക്കാനായിട്ട് ഇപ്പോഴത്തെ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ജസ്റ്റിൻ ട്രൂഡോയുടെ ഭരണത്തിൽ ഇഷ്ടമില്ലാത്ത അവരുടെ പാർട്ടിയിലുള്ള അംഗങ്ങൾ തന്നെ പലരും രാജിവെച്ച് പുറത്തു പോവുകയുണ്ടായി. 2025 ഒക്ടോബറിലാണ് അടുത്ത ഇലക്ഷൻ വരാൻ പോകുന്നത്. 2025 ജനുവരി 27 പാർലമെൻറ്റ് വീണ്ടും കൂടുന്നുണ്ട്. ആ സമയത്ത് ഒരുപക്ഷെ നേരത്തെ ഒരു ഇലക്ഷൻ വരാനുള്ള സാധ്യത എല്ലാ ആൾക്കാരും മുൻകാണുന്നുണ്ട്. ആ പാർലമെൻറ്റ് കൂടുന്നതിൻ്റെ ഫലമായി ഒരു സ്പ്രിങ്ങിൽ ഒരു ഇലക്ഷൻ കാനഡയിൽ വരാനുള്ള സാധ്യത എല്ലാവരും പ്രവചിക്കുന്നുണ്ട്. അങ്ങനെ ആ ഇലക്ഷൻ കഴിഞ്ഞാൽ കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിൽ കയറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഇമിഗ്രേഷൻ നിയമങ്ങൾ ഇതിലും കൂടുതൽ മോശമാകാനുള്ള സാധ്യതയാണ് എല്ലാവരും പ്രവചിക്കുന്നത്. PNB നോമിനേഷൻ എല്ലാ വർഷവും 1 ലക്ഷം വെച്ച് കൊടുത്തുകൊണ്ടിരുന്നത് ഒറ്റയടിക്ക് അവർ 50,000 കുറച്ചിട്ടുണ്ട്. അതിന് കാരണമായിട്ട് അവർ പറയുന്നത് PNB എന്ന് പറയുന്നത് ഒരു പ്രൊവിൻസിലേക്ക് നമ്മൾ നോമിനേറ്റ് ചെയ്യുന്നതാണ്. അതായത് ഏറ്റവും കൂടുതൽ തണുപ്പ് കൂടിയ പ്രൊവിൻസുകൾ ആയ ആൽബർട്ടയിലോട്ടോ അല്ലെങ്കിൽ നോർത്തേൺ ടെറിട്ടറീസിലോ ഒക്കെ കൂടുതൽ ഡെവലപ്മെൻറ്റിന് കൂടുതൽ ഇമിഗ്രൻസിന് ആവശ്യമുണ്ട്. എന്നാൽ പലരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 6 മാസം അല്ലെങ്കിൽ 8 മാസം അവിടെ നിന്നതിന് ശേഷം PR ഒക്കെ കിട്ടിയാൽ ഉടനെ തന്നെ അവർ മേജർ സിറ്റീസായ ടൊറൻറ്റോ, വാങ്കൂവർ പോലത്തെ സ്ഥലത്തേക്ക് അവർ മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ പ്രൊവിൻസുകൾ ഡെവലപ്മെൻറ്റ് ഇല്ലാതെ തന്നെ വീണ്ടും കഴിയുകയും എന്നാൽ ഒത്തിരി പേര് PR കിട്ടിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള സിറ്റീസിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ PNB നോമിനേഷൻ 1 ലക്ഷത്തിൽ നിന്ന് ഒറ്റയടിക്ക് 50,000 കുറച്ചത്. മറ്റൊരു പ്രധാന ചേഞ്ച് എന്ന് പറയുന്നത് 2020 മുമ്പ് വരെ പേരൻസിനും ഗ്രാൻഡ് പേരൻസിനും ഇവിടെ ലോട്ട് സിസ്റ്റം വഴി, അതായത് നറുക്കെടുപ്പിലൂടെ PR കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. എന്നാൽ 2020 ശേഷം ആ തോത് വളരെയധികം കുറവുണ്ടായി. അതായത് പേരൻസും ഗ്രാൻഡ് പേരൻസും കാനഡയിൽ വന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും വർക്ക് ചെയ്യാൻ വേണ്ടിയായിരിക്കത്തില്ല വരുന്നത്. അവർ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ കൂടുതൽ ഹെൽത്ത് സിസ്റ്റം യൂസ് ചെയ്യും. ഇപ്പോൾ ഓൾറെഡി ഉള്ള താറുമാറായി കിടക്കുന്ന ഹെൽത്ത് സിസ്റ്റം കൂടുതൽ വഷളാകും എന്നുള്ളത് കൊണ്ട് 2020 ശേഷം പേരൻസിനും ഗ്രാൻഡ് പേരൻസിനും കൊടുത്തുകൊണ്ടിരുന്ന PR വളരെയധികം തോത് കുറയ്ക്കുകയും വളരെ ചെറിയ നമ്പറിലുള്ള ആൾക്കാർക്ക് മാത്രം ലോട്ട് സിസ്റ്റം വഴി, അതായത് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. 2025 ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ ഏൽക്കുന്നതോടെ US ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രൻസ് മുഴുവൻ അവരുടെ സ്വന്തം രാജ്യത്തേക്ക് പോകേണ്ടി വരും. പക്ഷേ പലരും ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്കിൽഡ് വർക്കേഴ്സായിട്ടുള്ള പലരും US നിന്ന് അവർ ആദ്യം തന്നെ വിചാരിക്കുന്നത് കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്താൽ അവരൊരു സ്കിൽഡ് വർക്കർ ആണെങ്കിൽ, ക്വാളിഫൈഡ് ആൾക്കാരാണെങ്കിൽ കാനഡ ഉറപ്പായിട്ടും 2 കൈയും നീട്ടി സ്വീകരിക്കും. അപ്പോൾ ഉള്ള സ്റ്റുഡൻറ്റ് വിസയിലുള്ള കാനഡയിലുള്ളവർക്ക് അത് ഒരു വലിയ പ്രതിസന്ധിയായിട്ട് മാറി. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കാനഡയിൽ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിൽ നിൽക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ PRന് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. കാരണം നിങ്ങളുടെ 5.25% ചാൻസ് നിങ്ങൾക്ക് വിലപ്പെട്ടതാണ്. അതൊരിക്കലും മിസ്സാക്കരുത്. കൂടുതൽ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.